കോപ്പ്, ഞാൻ ഈ ഫയൽ എവിടെയാ വെച്ചത്? സമയാവാനായി. ഇതെന്ത്? എൻ്റെ പൊന്നു നിധി, ഇന്നത്തെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയൽ ഞാൻ അവിടെ വെച്ചാൽ മിസ്സാവല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിപ്പോൾ കാണുന്നില്ല. എനിക്കാണെങ്കിൽ നേരം വൈകുന്നത്. നീ വന്നേ നന്നായി. ഒന്ന് തപ്പടി. ഒരു ചോപ്പ് കയർ. എടി എടി ഒന്ന് നോക്കടി. പിന്നെ എനിക്ക് പറയാൻ നേരം. എനിക്ക് കോളേജിൽ പോകാൻ നേരം വൈകി. ഇന്ന് രാത്രി എന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തായാലും വരണം. ഓ, നിന്റെ ഡാൻസ് കാണാൻ വരാൻ നിൽക്കാനാ എനിക്കിപ്പോൾ ടൈം. ഒന്ന് പോയടി. പിന്നെ ഞാനെങ്ങനെ വരാനാ? വല്ലാതെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരൂ? നിധി, നീ എവിടെടി? ഇനി നമ്മൾ നേരം വൈകി, വേഗം പാന്ന്. ഇതേ വന്നല്ലോ നിന്റെ വാല്. എടാ, നീ ഇവിടെ രാത്രി വീട്ടിലാക്കിയിട്ട് പോയാൽ മതി. ഞാനോ? എൻ്റെ പൊന്ന് നിരൂപേട്ട, ഞാൻ നിൽക്കുന്നൊന്നുമില്ല. ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ പോകും. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഇത് തുടങ്ങാൻ തന്നെ കുറേ ടൈം കഴിയും. അത് കഴിഞ്ഞ് ഇവളുടെ പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിലെത്താൻ എത്ര ടൈം ആവുന്ന എന്നോട് പറയില്ലേ പ്ലീസ്? നീ അവളുടെ ഫ്രണ്ടല്ലേ, അപ്പോൾ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കാം. പിന്നെ കുറേ പിള്ളേർ പുറത്തുനിന്ന് വരുന്നതാ. എന്തേലും ചുറ്റിക്കളി ഒപ്പിച്ചാൽ രണ്ടിനും എൻ്റെ നിന്ന് കിട്ടും. ഞങ്ങളൊക്കെ അറിയില്ലല്ലോ. എന്നത്തെ പിള്ളേരുമായിട്ടല്ല, സാറുമാരുമായിട്ട് ഡിംഗോളിഫിക്കേഷൻ. എന്താ? നീ എന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല നിരൂപേട്ട, ഒക്കെ ഞാൻ ഏറ്റവും പറയുമായിരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, പ്രൊഫസറുമായിട്ടുള്ള ചുറ്റിക്കളി ഏട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയോ? എനിക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നു. നീയായിട്ട് അറിയിച്ചാൽ മതി. ഒന്ന് മിണ്ടാതെ നടക്കുമോ? എടാ, റെഡ് നോക്കണം. പൊളിയാ. എടാ വിളിക്കുക, അവളെ റേക്കുക. എടാ വിളിക്കടാ. അടങ്ങി നിൽക്കടാ വധൂരി. എടാ, എല്ലാവരെയും റാക്ക് ചെയ്യാം. നമ്മൾ സീരിയസാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ സമാധാനപ്പെട്. എടാ, ആ പെണ്ണിൻ്റെ മുടി നോക്കടാ. എൻ്റെ പൊന്നെ, പനങ്കൊല പോലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവളെ വിളിയടാ. ഏയ്, നീണ്ട മുടിയുള്ള കുട്ടി, നിന്നെ ഇന്ന് വന്നേ. ഇവിടെ ഇവിടെ. എന്റെ മോളെ വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പേടിയാവുന്നു. ഓ, നീത്രത്തലേനെ കണ്ടതിന് പേടിയാവും. എടി, നമ്മൾ എന്താ ചെയ്യും ഇനി? അവളെ അല്ലേ വിളിച്ചേ? നീ എന്തിനാ കൂടെ വാല് പോലെ വരുന്നേ? പൊടി. സുഖമില്ലാത്ത കൊച്ചാ ചേട്ടാ, ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാ, ഞാൻ അവളുടെ ഫ്രണ്ടാ. സൂക്കേടൊക്കെ ചേട്ടന്മാര് മാറ്റിക്കോളാം. മോള് പേടിക്കണ്ട കേട്ടോ. എന്താടി നിന്റെ പേര്? ദർശിക. ബിക്കുണ്ടോ കൊച്ചിന്? ഓ, അതാണല്ലേ സൂക്കേട്. ഏതാ മോളുടെ ഡിപ്പാർട്ട്മെന്റ്? മലയാളം. ഇത് കൊള്ളാലോ, നന്നായിരിക്കുന്നു. അടുത്ത ഒത്തിരിക്ക് കേട്ടിരിക്കാൻ നല്ല രസം. കുറച്ചിരുന്ന് ചിരിക്കാം. മോള് പാട്ട് പാടുവോ? അവള് നന്നായി പാടും ചേട്ടാ. മുതൽക്കാലം വേറെ ആരെങ്കിലുമൊക്കെ നോക്ക്. ഇനി ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പരിചയപ്പെട്ടോളാം. മക്കള് ചെല്ല്. നീ വന്നേ. ഓ, അങ്ങ് ദത്തെടുത്തോ? നടക്കട്ടെ, ഞങ്ങൾ വിടുവാ. ചേട്ടാ, ഞാനൊരു
പാവാണ്. എന്നെ എന്നെ ചെയ്യരുത്. ഞാനെന്തിനാ വിൽക്കുന്നത്? കളിയാക്കിയതല്ല കേട്ടോ, ഒരു അർത്ഥടിച്ചതാ. ഞാൻ തന്നെ ഒന്നും ചെയ്യാനൊന്നും വന്നതല്ല. ഞാൻ അവരുടെ അടുത്തുനിന്ന് തന്നെ രക്ഷിക്കാൻ നോക്കിയതാ കൊച്ചെ. കരയാണ്ടിരിക്കുക, ആരെങ്കിലും കണ്ട വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ഞാനൊന്നും ചെയ്യാനൊന്നും പോണില്ല. താൻ കരയല്ലേ? താനൊന്ന് കൂളായിക്കേ. ഒന്നുമില്ല. നിങ്ങൾ ക്ലാസ്സിലേക്ക് വിട്ടോ. പിന്നെ എടോ, താൻ എന്തിനാണോ ഈ കൊച്ചു പാടുന്നൊക്കെ പറയാൻ പോയത്? താൻ കൂടെ നടന്ന് പണി മേടിച്ചു കൊടുക്കാൻ നടക്കുവാണോ? അയ്യോ ഏട്ടാ, ഞാൻ അവൾക്ക് പണി മേടിച്ചു കൊടുക്കാൻ നോക്കിയൊന്നുമില്ല. അവൾ നന്നായിട്ട് പാടും. പക്ഷെ പേടി വന്നാൽ, എപ്പോഴും വിൽക്കാറൊന്നുമില്ല, പേടി വന്നാൽ മാത്രം അവൾക്ക് വിൽക്ക് വരും. അതുകൊണ്ടാണ് അവള്. അല്ലാത്ത സമയത്തൊക്കെ ആൾ ഓക്കെയാണ്. അവൾക്കിപ്പോൾ കൂടുതൽ പേടിയുള്ളതുകൊണ്ട്. അവൾ നന്നായിട്ട് പാടും. ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞത്. ഇതെന്ത് സൂക്കേടാപ്പാ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പേടി വരുമ്പോൾ മാത്രം വരുന്ന എനിക്ക്. എന്താണേലും ക്ലാസ്സിലേക്ക് കിട്ടും. പിന്നെ ഇവിടെ അങ്ങനെ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി തലയിൽ കയറി നിന്ന് ഡിസ്കോ ഡാൻസ് കളിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കും. പിന്നെ തനിക്ക് പറ്റുവാണെങ്കിൽ താൻ വായ ഓർക്കണ്ട. ഇനി പേടി മാറിയെന്ന് തനിക്ക് തോന്നുവാണെങ്കിൽ താൻ വായ തുറന്നു. അതുവരെ താൻ ഊമയായിരിക്കും. അതായിരിക്കും തനിക്ക് ബെറ്റർ. ഓക്കെ? എടാ, എന്നെ ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ല. എനിക്കൊരു ബുക്ക് വായിച്ച് തീർക്കാനുണ്ട്. ഞാൻ ലൈബ്രറിയിലുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരുത്തം വന്നെന്നെ വന്ന് വിളിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ എറിയും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. ഞാൻ ലൈബ്രറിയിലേക്ക് പോവാം. ആര് വന്ന് ചോദിച്ചാലും ഞാനിവിടെ ഇല്ല. പോയി. അ- 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 അതെ. എ എ എ എ എ ബി സി ഒക്കെ പോരട്ടെ. തന്നോട് ഞാൻ പറഞ്ഞു വാ തുറക്കരുതെന്ന്. പേടി മാറുന്നവരെ താൻ വാ തുറക്കണ്ട. അല്ല, തന്നോട് ആരാ പറഞ്ഞ ഞാനിവിടെ ഉണ്ടെന്ന്? ഇനിയിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ. താനേ ഒരു കാര്യം ചെയ്യ്, എഴുതി കാണിക്ക്. ബുക്കെടുത്ത്. ഏട്ടനോട് മലയാളം പ്രൊഫസർ ക്ലാസ്. എന്തിന്? ഞാനൊന്നും ഒപ്പിച്ചില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ? അതെനിക്കറിയില്ല. അല്ല, നിന്നോടാരാ ഞാൻ വിടണ്ടെന്ന് പറഞ്ഞേ? അതാദ്യം എഴുതും. എനിക്കതാണ് അറിയണ്ടത്. ഞാൻ കണ്ടതാ ഇങ്ങോട്ട് കയറി വരുന്നത്. അതെന്താ, നീ എന്നെ നോക്കി നിൽക്കുകയാണോ? ഞാനിങ്ങോട്ട് കയറി വരുന്നതാണ്. ചുമ്മാ കള്ളം പറയരുത് കേട്ടോ, കണ്ണിനിട്ട് ഞാൻ കുത്തും. അയ്യോ, ഞാൻ കള്ളം പറഞ്ഞല്ലേ, ഞാൻ സത്യം പറഞ്ഞേ. ചേട്ടൻ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ കുഴപ്പം. വിക്കവിടെ പോയി? ഏ ഇ- ഏ, ഈ ത- ഞാൻ തോൽക്കുന്നേ? നീ നീ എങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചേ? അത് പേടിച്ചാലേ കുഴപ്പമുള്ളൂ. അത് അവളെന്ന് പറഞ്ഞില്ലേ, പേടി ഉണ്ടെങ്കിലേ വിക്ക് വരൂ, പേടിയില്ലെങ്കിൽ വിക്ക് വരത്തില്ല. ഇപ്പോൾ വിക്ക് പോയി. ഞാനോ? അല്ല, അപ്പം എന്നെ പേടിയില്ലെന്നാണോ നീ ഇപ്പോൾ പറഞ്ഞു വരുന്നേ? നിനക്കെന്നെ പേടിയില്ലേ? ഇല്ലേ? നിനക്കെന്നെ പേടിയില്ലേന്ന്? ഇല്ല, പേടിക്കാൻ മാത്രം വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കയറി വന്നപ്പോൾ ഞാനെന്തോ പേടിച്ചു. കാരണം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് പേടി പോയി. അപ്പോൾ വിക്കും പോയി. ആര് പറഞ്ഞു? ഞാൻ ഭയങ്കര സാധനാ. എന്നെപ്പറ്റി നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു നോക്ക്. ഈ നിരൂപ ആരാന്നുള്ളത് അവരെല്ലാവരും പറഞ്ഞു തരും. ഇങ്ങനെ സ്വന്തമായിട്ട് അസ്മിത്രം പറയില്ലേ, കേൾക്കുമ്പോൾ ചിരി വരുന്നത്. കിണിക്കാനൊക്കെ അറിയാവോ? പേടി മാത്രമേ വരൂ എന്നാ ഞാൻ വിചാരിച്ചത്. എന്നായാലും കൊള്ളാം. എടാ സൂരജ്, ഞാനിവിടെ ഉണ്ട്. ഇങ്ങ് വാ. ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ. നീ എന്താടി ഇവിടെ? ഇവർ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ആരും പോകുന്നതിന് ഇഷ്ടമല്ല. അറിഞ്ഞുകൊണ്ട് ശല്യം ചെയ്യാൻ നോക്കുന്നു. ഞാൻ മലയാളം തുടങ്ങി. എൻ്റെ പൊന്നു വച്ചേ, ഇവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവനൊക്കെ എന്നെപ്പോലെ തന്നെ ഒക്കെ മണ്ടന്മാരെ. നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? അല്ല, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഓക്കെ? എന്തിനാടോ? എടാ, ഇത്രയും നേരം നല്ല രീതിയിലല്ലേ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഞാനൊന്നും പറയുന്നില്ല. തൻ്റെ കൂടെ നിന്ന് എനിക്ക് വിൽക്കുമായിരുന്നു. വാടാ, നീ അവളോട് അങ്ങനെ സംസാരിക്കല്ലേ. ആ പെണ്ണിനെ വരുന്നതും കൂടി വരത്തില്ല. നീ നടന്നേ. ഇത്ര നേരമായിട്ടോ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കയറി വാ. ഞാൻ സാറിനെ കാണാൻ വേണ്ടി തന്നെ വന്നു.
സാർ എന്തിനാ എന്നെ വിളിച്ചത്? എടോ, ഇത്തവണ കോളേജിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു മാഗസിൻ ഇറക്കുന്നുണ്ട്. അതിലേക്ക് തൻ്റെ 2-3 സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളാം. നന്നായിട്ട് എഴുതുമല്ലോ. അപ്പോൾ താനോട് സംസാരിക്കാൻ വേണം എൻ്റെ അടുത്ത്. തനിക്ക് വല്ല സഹായത്തിന് ആരെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും പ്രബന്ധം അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. വേറെ ഒന്നുമില്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ എങ്ങനെ ചെയ്യുമല്ലേ? എൻ്റെ പൊന്ന് സാറേ, എന്നെ വിട്ടേക്ക്. സാറിന് അറിയാവുന്നതല്ലേ എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം സാർ ഇതേപോലെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. അന്ന് എന്തോ ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു, അങ്ങനെ ക്ലിക്കായി. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ വിഷയം പൊളിറ്റിക്സാണ്. ഞാൻ പിന്നെ ലോ കോളേജിലേക്ക് നോക്കിയതൊക്കെ സാറിന് അറിയാലോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ 3 വർഷം ഇവിടേക്ക് നിന്നിട്ട് ചേർത്തിയതാപ്പാ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 3 വർഷം കൂടി എക്സ്ട്രാ ലോ കോളേജിൽ ചെയ്യണം. സാധാരണ 5 വർഷമാണെന്നുണ്ടെങ്കിൽ എനിക്കത് 6 വർഷമാണ്. ആ ഒരു ടെൻഷനിലാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ഇട്ട് തരരുത്. എനിക്കിനി കഴിയത്തില്ല. വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും. താൻ ഒന്നുകൂടെ ആലോചിക്കുക, എന്നൊരു തീരുമാനം പറഞ്ഞു. ഞാൻ നോക്കട്ടെ. എന്നാൽ അപ്പോൾ ശരി. മനുഷ്യന്മാരായാലേ ഇത്തിരിയൊക്കെ ധൈര്യം വേണം. ഇങ്ങനെ എല്ലാത്തൊന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല. അതൊന്നും എഴുതിയാൽ ഇപ്പം എന്നാ വരുന്നേ? എഴുതാൻ അറിയുന്നുള്ളതിൻ്റെ അഹങ്കാരം. ആരോടാ? എന്നോടാണോ? ഞാൻ വിചാരിച്ചു വല്ല കണ്ണാടി ഉണ്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് സ്വന്തമായിട്ട് പറയുവാണെന്ന്. ആരാ ഇപ്പം അറിയണേ? ധൈര്യം വേണം പോലും. ഇതേ കൊച്ചേ, വെറുതെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കരുത് കേട്ടാ. എൻ്റെതൊരു സൂക്കേടാ, അങ്ങനെയും വിചാരിക്കാം. ഇയാൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. തൻ്റെ സൂക്കേടൊന്നുമല്ല, തനിക്ക് പേടിയാ. താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പേടി കൂടുമ്പോൾ വരുന്നതാണ് ഈ വിൽക്കുന്നത്. അപ്പോൾ ആദ്യം താൻ തൻ്റെ പേടി മാറ്റി, എന്നിട്ട് ഞാൻ എഴുതണോ വേണ്ടതെന്നുള്ള കേട്ടാ. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ എൻ്റെ പേടി അങ്ങ് മാറി. ഞാൻ ഇനി എല്ലാവരോടും ഇങ്ങനെ തന്നെ സംസാരിക്കും. അപ്പോഴോ ഇനി എനിക്ക് വിക്ക് വരത്തില്ല. അങ്ങനെയാണെങ്കിലോ എന്നാ ഒന്ന് എഴുതിക്കേ നോക്കാൻ. ഓ പിന്നെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കാം. എനിക്ക് തോന്നണം നിൻ്റെ പേടി മാറിയെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അതിനിപ്പം ഞാനെന്തോ വേണോ? ഞാനിവിടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. നീ ആ ആൽപ്പരം കണ്ടോ? അതിൻ്റെ മുകളിൽ ഞാനൊരു മൈക്ക് കൊണ്ടുവയ്ക്കും. ഇന്ന് വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ ഉണ്ടാവും. നീ പോയി അവിടെ നിന്നൊരു പാട്ടങ്ങ് പാടും. നീ അവിടെ നിന്ന് പാട്ട് പാടിയ പിറ്റേ ദിവസം മാഗസീനിലേക്കുള്ള സാധനം ഞാൻ സാറിൻ്റെ കയ്യിലെത്തിക്കും. എന്തു പറയുന്നു? അവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പ് ഞാൻ പാടണമെന്നല്ലേ? ദേ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കയറി ഉപദേശിക്കാൻ വരരുത്. ഓക്കെ, അപ്പം എന്നാൽ ശരി, പോട്ടെ. നിന്നിഴൽ പോലെ കൂടി വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നിലാവായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചിരാതം കൊണ്ടു നടന്നില്ലേ. തിരിയോതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. നിരൂപേട്ടാ, എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതും കൂടി ചെയ്ത് കാണിച്ചേക്ക്. അപ്പം ശരി, പോട്ടെ. ആരുടെയോ പാദങ്ങൾ കൊണ്ട് ചവിട്ടി ഞെരിച്ച പൂവിനെ ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് ചേർത്തെടുത്തു. വാടിത്തളർന്ന ഓരോരോ ഇതളുകളും എൻ്റെ സംരക്ഷണം കൊണ്ട് ഞാൻ ശക്തിപ്പെടുത്തി. പിന്നീട് എപ്പോഴോ ഞാൻ മനസ്സിലാക്കി, വാടിത്തളർന്നത് അവളുടെ മനസ്സായിരുന്നു എന്ന്. ആ ഇടതൂർന്ന മുടിയിലേക്ക് ഞാൻ ആ പൂവിനെ ചേർത്ത് വെച്ചു.
അവളുടെ മനസ്സും ശരീരവും ഞാൻ ശക്തിപ്പെടുത്തി. ഒരുപക്ഷെ അതായിരിക്കും എൻ്റെ കർത്തവ്യം. ആരോ ചേർന്ന് എന്നിലേക്ക് ഏൽപ്പിച്ച് എൻ്റെ കർത്തവ്യം ഞാനത് പൂർത്തിയാക്കിയിരിക്കുന്നു. അതെ, നിനക്കെന്നെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാ? അഭിപ്രായം നല്ല അഭിപ്രായമാണല്ലോ. ഓ അതല്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളാവോ? അല്ലേ വേണ്ട, എന്നെ കല്യാണം കഴിക്കാൻ കൊള്ളാവോ? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എന്നാ പറയാനാ? ആ, കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ ഭാഗ്യം, അങ്ങനെ പറയാം. ഭാഗ്യമാണല്ലേ? എന്നാൽ പിന്നെ ആ ഭാഗ്യം വേറെ ആരും കൊടുക്കണ്ട, നീ വേണമെങ്കിൽ എടുത്തോ. എന്താ വേണോ? കാര്യമായിട്ട് പറഞ്ഞതാ, ആലോചിച്ചിട്ട് ഒരു മറുപടി പറ. എനിക്ക് ഞാൻ ഓക്കെയാണ്. ഇത് ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു. തനിക്കറിയാലോ, എനിക്ക് കുറച്ച് ദിവസം കൂടി ഇനി ഇവിടെ ബാക്കിയുള്ളൂ. എന്താണെങ്കിലും ആലോചിച്ചിട്ട് പറ. എടോ, ഇഷ്ടമാണോന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ തൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാനൊന്നും വന്നിട്ടില്ല. എന്നെ കാണുമ്പോൾ ഈ മുങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നങ്ങ് മുഖത്ത് നോക്കി പറയണം. ഞാൻ മാറി നടന്നത് അതുകൊണ്ടൊന്നുമല്ല, നമ്മൾ തമ്മിൽ ശരിയായില്ല. നിങ്ങൾക്കെന്നെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് നിൻ്റെ പേരറിയാം, നീ സിംഗിളാണെന്ന് പറയാം. അതിലും കൂടുതലൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പേടിക്കുന്ന എന്തിനാണ്? വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് തുറന്നു പറ. എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് തുറന്നു പറയാം. ഇങ്ങനെ മാറി നടക്കേണ്ട ആവശ്യമില്ല. അത് അത് പറ, പേടിക്കാതെ പറ. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മാറി നടക്കാൻ മാത്രം പറ്റിയ എന്ത് കാര്യം നിൻ്റെ ലൈഫിലുണ്ടായേ? പറ. ഒന്നിൻ്റെ പേരിൽ ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. എന്ത് വേണമെങ്കിൽ നിനക്കെന്നോട് പറയാം. നീ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ആൾ നിന്നെ ചതിച്ചതാണോ? എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഇതേ ഇത്ര അടുത്ത് നിന്ന് ഞാൻ കേൾക്കും. പേടിക്കാതെ പറ. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും മാത്രം. അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയിരുന്നു അമ്മ. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിരൂപേട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ സ്നേഹിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിരുന്ന് കരയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ശരിയാവില്ല. ഇതാണോ എൻ്റെ പൊന്നു മോളെ? ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. എനിക്ക് നിൻ്റെ ഫാമിലി എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ പേരിൽ നീ അറിയേണ്ടി വരില്ല. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நாம் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தென்மலை தேக்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? എടാ നിരൂപേ, ഇത് നിന്റെ പേരിൽ ഹോസ്റ്റലിലേക്ക് വന്ന ലെറ്ററാണോ? ഞാൻ പോവുകയാണ്. എനിക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒരിക്കലും തമ്മിൽ കാണരുത്. എന്നെ ഒരിത്തിരിയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി ഒരിക്കലും കാണില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഈ റൂമാരെ തുറന്നു. എടാ നീ പോയില്ലേ? നീ എന്ത് ചെയ്യാ? എന്താടാ? ഓ വീണ്ടും തുടങ്ങിയോ? എടാ, നിന്റെ സ്നേഹം ഒരിക്കലും അവൾക്ക് മനസ്സിലാവും. അന്ന് അവൾ തിരിച്ചു വരും.
ഏട്ടൻ്റെ വാക്ക് നീ വിശ്വസിക്കുക. ഉറപ്പായിട്ടും നീ അവളും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഏട്ടനല്ലേ പറയുന്നത്. നീ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ട് ഇരിക്കല്ലേ. നിനക്കെന്തെന്തോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക? വേഗം ചെല്ലു. ഒന്നുമില്ല ഏട്ടാ, ഞാനൊരു ഫയൽ വരികയായിരുന്നു, അതിപ്പോൾ കിട്ടി. ഞാൻ ഇന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഹലോ, കാണാനില്ലെന്നോ? എന്ത്? സോ അതെ സാർ, ഞങ്ങളിപ്പോൾ ഇവിടെ ലോ കോളേജിലാണുള്ളത്. കുട്ടിയുടെ വീട് നിധി വാസുദേവ് എന്നാണ്. സെക്കൻഡ് ഇയർ നിയമവിദ്യാർത്ഥി. ഇത് സാർ ഇന്നലെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. 9:30 മുതലാണ് അവരുടെ വീട്ടുകാർ അറിഞ്ഞത് കുട്ടി മിസ്സിംഗ് ആണെന്ന്. ആളുടെ ചേട്ടൻ വക്കീലാണ്. അതെ, സെയിം കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അവരിവിടെ ഉണ്ട്. മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇല്ല, ബോഡി ഒന്നും കിട്ടിയതായിട്ട് ഇല്ല സാർ. അന്വേഷിക്കുന്നുണ്ട്. 2 പേര് അവിടെ ഉണ്ട് സാർ. ഓക്കെ സാർ. ഓക്കെ സാർ, അവളുമായിട്ട് സംസാരിക്കാം. ഓക്കെ സാർ. ഇന്നലെ ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ചുമതല മുഴുവൻ ആർക്കായിരുന്നു? ആളുടെ മൊഴി എടുക്കണം സാർ. അത് ഞങ്ങളുടെ ക്രിമിനോളജി പ്രൊഫസർ ദർശക് സാറായിരുന്നു. സാറിന് രാവിലെ മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും. ഇന്നലെ ആൾ ഭയങ്കര ടയർഡായിരുന്നു. പക്ഷെ അതായിരിക്കാം അങ്ങോട്ട് ഈ 2 ആളും പോയിട്ടുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. സാറിന് കൂട്ടി വരും ഇപ്പം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം സാർ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനും മൂർത്തി സാറും കൂടി ദർശക് സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സാറടങ്ങില്ല. സാറിൻ്റെ വീടെല്ലാം പൂട്ടി കിടക്കുകയാണ് സാർ. എനിക്ക് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. നമ്മളിതിപ്പോൾ അവരെടുത്ത് പറഞ്ഞാൽ അവർ ഏത് രീതിക്ക് എടുക്കുന്ന പോലും പറയാൻ പറ്റില്ല. എന്താ സാർ ചെയ്യാം? എന്താണോ അയാൾ വന്നു? സാജൻ, അയാളുടെ മൊഴി എടുക്കും സാർ. അത് സാർ ഇവര് ദർശക് സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറിനവിടെ കാണുന്നില്ല. സാറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ നിന്ന് എന്തെങ്കിലും അച്ഛൻ്റെ ഓടി വന്നിട്ട് പോയതാണെന്നറിയില്ല. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. സാജ് അവരുടെ അടുത്ത് നിന്ന് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കുക. എന്നിട്ട് അയാളുടെ സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അയാളുടെ വീട്ടിൽ പോയിട്ട് അയാൾ അവിടെ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വിളിക്കാൻ പറ. എന്നിട്ട് ബാക്കി നോക്കാം. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ പെങ്ങളുടെ എന്തെങ്കിലും വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. സാറ് ഇവിടുന്ന് കാണാതെ പോയ ആ സാറിൻ്റെ വീട്ടിലേക്ക് അന്വേഷിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ പകുതിയെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എനിക്കെൻ്റെ അനിയത്തിയെ ഇന്ന് തന്നെ കിട്ടണം. മിസ്റ്റർ നീരു, നിങ്ങളുടെ പെങ്ങളുടെ വിവരം തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെങ്ങളുടെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കൂടി വേണം. ഞാൻ നോക്കിയിട്ട് ഇതൊരു ഒളിച്ചോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടോ, അനാവശ്യം പറയരുത്. എൻ്റെ പെങ്ങൾ അങ്ങനെയുള്ളൊരു കുട്ടിയല്ല. തനിക്ക് പറ്റില്ലെങ്കിൽ പറ. തൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി നോക്കാനും ഈ നിരൂപ് ജയദേവ് നാടാറിനെ കൊണ്ട് കഴിയും. സാർ ഇങ്ങനെ രോഷം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ മാക്സിമം നോക്കുന്നുണ്ട്. സാറിൻ്റെ പെങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്നലെ ഈ സമയത്ത് തന്നെയാണ്, അതായത് സാറിൻ്റെ അനിയത്തിയെ കാണാതായിട്ടുള്ള അതേ സമയത്ത് തന്നെയാണ് സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും പറയുന്നു. സോ ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ഒളിച്ചോടി പോയതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതിൽ സാധ്യതയുണ്ട്. അത്രേ പറഞ്ഞു. എടോ, തന്നെ ഉണ്ടല്ലോ നിരു, എന്തായി കാണിക്കുന്നത്? ഇങ്ങ് വന്നേ. നീ അവരോട് ദേഷ്യം കാണിച്ചിട്ടൊരു കാര്യമില്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവർ 2 പേരും മിസ്സിംഗ് ആണ്. എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അവൾക്ക് നമ്മുടെ അടുത്ത് പറയായിരുന്നു. നമ്മൾ നടത്തി കൊടുക്കൂലായിരുന്നു. എന്തിനാ അവൾ ആരോടൊന്നും പറയാതെ ഇപ്പൊ എവിടെയാണോ എന്ത്?
എന്തായിട്ടാ പറയുന്നത്? നമുക്കറിയില്ല അവളെ. എന്തുണ്ടെങ്കിലും അവൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതല്ലേ. അവളുടെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവൾ നമ്മുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതായിരുന്നു തോന്നുന്നുണ്ട്. എടാ, ഇതിങ്ങനെയൊന്നുമല്ല. അവരെന്തോ കേസ് വഴി മാറ്റി വിടുക. അയാൾ വേറെ എവിടെയോ, ഇവൾ വേറെ എവിടെയോ. നമുക്ക് നമ്മുടെ പെങ്ങളാണ് ഇപ്പോൾ വേണ്ടത്. ഏട്ടനും കൂടി അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കില്ലേ? ആര് പറഞ്ഞു? എടാ, നീ നീ അവളുടെ ഏട്ടനായിട്ട് ചിന്തിക്കാതെ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ നടത്തി കൊടുക്കില്ല, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ നമ്മുടെ അടുത്തൊന്ന് വിളിച്ചു വെച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇനിയിപ്പോൾ അവളെ കണ്ടു കിട്ടിയാലും ഇതൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ നമ്മളൊന്നും എതിർക്കാൻ പോകണ്ട. നമുക്ക് അവളുടെ സന്തോഷമല്ലടാ വലുത്. അതങ്ങനെയാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കണം. നീ എതിരൊന്നും പറയരുത്, കേട്ടോ? സോ നെറ്റ്വെയർ ബ്രിഡ്ജിന്റെ അടിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വരാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ എന്തൊക്കെയും അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെൻ്റെ അനിയത്തിയല്ല. ഏട്ടാ, ഇത്രയും നേരം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവളങ്ങനെ ഒളിച്ചോടിപ്പോയതൊന്നും അവരുതെന്ന്. പക്ഷെ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ ആവട്ടെ എന്ന്. എങ്ങനെയാണെങ്കിലും അവളെ ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട ഏട്ടാ. ആ ബോഡി അവളൊന്നും ആവരുത്. എൻ്റെ കൊച്ചിനൊന്നും പറ്റരുത്. ഏട്ടാ, എന്നെ കൊണ്ട് കഴിയില്ല ഏട്ടാ. നിരൂപേ, 2 ദിവസമായി നീ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട്. എടാ, അവക്കൊന്നും പറ്റി കാണില്ല. നമുക്ക് അങ്ങനെ വിശ്വസിക്കാടാ. ആ ബോഡി അവളല്ലെന്ന് പറഞ്ഞല്ലോ. അവക്കൊന്നും പറ്റി കാണില്ല. അവള് ആ സാറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. എടാ, നീ വല്ലതുപോലെ കഴിക്കുമെന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ. നീയും നിന്റെ ഏട്ടനും ഒക്കെ കാണാം. അയാൾ ഉറക്കം പോലും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുക. എടാ, അവക്കൊന്നും പറ്റി കാണില്ല എന്ന് വിശ്വസിക്കും. അങ്ങനെ നടത്തി എൻ്റെ കൊച്ചെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും വേണ്ട. അവൾ ജീവനോടെ ഉണ്ട്. അവൾ അയാളുടെ കൂടെയാണ്. അവൾ സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒന്നിൻ്റെ പേരിലും ഞാൻ അവളുടെ ശല്യം ചെയ്യാൻ പോവില്ല. അയാളൊന്ന് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. എനിക്ക് അത്ര മാത്രം അറിഞ്ഞാൽ മതി. അതിന് കൂടുതൽ എനിക്കൊന്നും വേണ്ട ഇടത്തി. അരുണ്, നീ എടാ എന്തെങ്കിലും വിവരം കിട്ടിയ ആളെ പറ്റി? ഇല്ല, പക്ഷെ എനിക്കൊന്ന് നിരൂപേട്ടനോട് ഒറ്റയ്ക്ക് സംസാരിക്കാം. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താടാ, നിനക്കെന്നോട് എന്തും പറയും. നീ കണ്ട നിരൂപേട്ടനല്ലേ ഇപ്പോൾ. ഒരുപാട് താഴ്ന്ന ഞാൻ നിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. നീ എന്നോട് എന്തു പറഞ്ഞാലും ക്ഷമയോടെ ഞാൻ കേട്ട് നിൽക്കും. എൻ്റെ കുട്ടി ജീവനോടുണ്ടെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അവൾ ഓക്കെ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവൾ നിന്നോടെല്ലാം പറയുമെന്ന് എനിക്കറിയാം. കാരണം ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ചാണ്. നീ അവളുടെ നല്ലൊരു ഫ്രണ്ടാണ്. നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഏട്ടനോട് പറയണം. എൻ്റെ പൊന്ന് നിരൂപേട്ട, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൾ സാറിൻ്റെ കൂടെ അല്ല പോയത്. എനിക്ക് ഉറപ്പാണത്. അവൾക്ക് സാറിന് ഇഷ്ടമായിരുന്നു. പക്ഷെ സാറൊരു നോട്ടം കൊണ്ട് പോലും അത് തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവളെ മാക്സിമം ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടില്ലോ അയാൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല കാര്യം. അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് അവളെ കണ്ടുപിടിക്കുക. അവൾ ജീവനോടെ ഉണ്ടാവും. അയാളുടെ കൂടെ ഒളിച്ചോടി പോയതാണ്. ഇത് മൊത്തം കഥ മാറ്റിവിടുക. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് അവളെ വേണം. അവൾക്ക് സാറിനെ ഇഷ്ടമാണെന്ന്. അയാൾ ആരാ ശരിക്കും? അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പഠിക്കുന്ന സമയത്തില്ല അയാളവിടെ. ഓരോരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ അങ്ങനൊരു മുഖം അവിടെ കണ്ടിട്ടില്ല. അങ്ങനൊരു പേര് ഞാൻ അവിടെ കേട്ടിട്ടില്ല. അവൾക്ക് എന്ന് തൊട്ടാണ് ഈ ഒരു ഇഷ്ടം തുടങ്ങി? ഇതൊക്കെ എപ്പോൾ?
ഏട്ടൻ ഓർമ്മയുണ്ടോ? കുറച്ച് മാസം മുന്നേ ഒരാളെ പെണ്ണ് കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് അയച്ചത്, കോളേജിലേക്ക്. ആ ദിവസമായിരിക്കും ഒരു പക്ഷെ അവളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച അവളുടെ തീരുമാനം തന്നെ മാറ്റിയ ഒരു ദിവസം. ഇപ്പൊ പൊട്ടരുണ നീ എവിടെടാ? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അയാൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഞാൻ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വന്ന് ഇടപെടണം. എൻ്റെ പെണ്ണിനെ പെണ്ണ് കാണാൻ വരാൻ അയാളോടൊന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ അയാൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകണം. ഇതിലൊരു പ്രശ്നം സംഭവിച്ച് ഇതെങ്ങനെ ഉറച്ച് നിന്നെ ഞാൻ കൊല്ലും. ഈ അടുത്ത് എവിടെ പോയി കിടക്കുവോ? എനിക്കാണെങ്കിൽ അടുത്ത അവർ ക്ലാസ്സുണ്ട്. ഏതാണോ എന്തോ മരമൂടെ. കൊള്ളാലോ, ഇനിയിപ്പത് മുടക്കണം. ഇതന്നെയാവും ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് പാൻറ്, ഇതെല്ലാം തന്നെയാണ്. രണ്ട് ബ്ലാക്ക് ഇട്ട് വരാൻ വേറെ സ്വാമിമാരെ സീസണൊന്നുമല്ലല്ലോ. ഇത് തന്നെയാവും. മുടക്കണ്ടെന്ന് വെച്ചാലോ കാണാൻ കൊള്ളാം. ആ പെണ്ണിനോട് എന്താ ചോദിക്കുന്നേ? ഓ, ഇനി ഇവിടെ ഫുൾ അറിഞ്ഞ് നാറ്റിക്കോ? വേഗം കയറി ഇടപെടാം, അതാ നല്ലത്. എക്സ്ക്യൂസ് മീ, ഈ ലീഗൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഞാൻ വന്നപ്പോഴാ എനിക്ക് നീ കേട്ടോ. ഹലോ, ഏത് ഡിപ്പാർട്ട്മെന്റാ ചോദിച്ചാ? അവൾ പോയി. എന്താ നേരം വൈകിയേ? അത് വരുന്ന വഴി കുറച്ച് ബ്ലോക്കായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് താൻ. നമുക്ക് അങ്ങോട്ട് പോയിരുന്നു സംസാരിക്കാം. എന്ത് സംസാരിക്കാം? ആ, ഓക്കെ, കുട്ടി നടന്നോളൂ. സത്യം പറഞ്ഞാൽ ഞാനിതിനൊട്ടും ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ്. എന്താ ആലോചിച്ചിട്ടില്ല? നിനക്കെന്റെ പെണ്ണിനെ കെട്ടണം അല്ലടാ? പിക്കിരി, നീയൊക്കെ ഏതാണ്? ഏത് പെണ്ണിനെ കെട്ടണമെന്ന്? ദേവസ, സാർ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ എത്ര നേരമായി ഗേറ്റിന്റെ പുറത്ത് സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. സാർ ഇപ്പൊ എച്ചോടി പോവും. ഒരു 5 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തണം. സാർ ഇതാ വരും. കാമുകൻ ഒന്ന് വഴി മാറുമോ? മാറിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. എന്താ ചെറുക്ക, നീ ഇവിടെ പഠിക്കുന്നല്ലേ? കാണാട്ടാ, ഡാന്നല്ലേ? വരട്ടെ. എന്റെ പള്ളി, അത് സാറായിരുന്ന? നീയല്ലടി പറഞ്ഞ പെണ്ണ് കാണാൻ ഏത് ഒരുത്തം വരുന്ന അയാളവിടെ കൂട്ടിയിരുന്ന് സംസാരിക്കാൻ വന്നു മുടക്കുന്നൊക്കെ? അയാളേതാ? പണി പാടി മോളെ, നന്നായി. നീ എന്തിനാ അയാളവിടെ പിടിച്ചോണ്ടിരുന്നേ? എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ച അയാൾ എന്നോട് നിരൂപേട്ടൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലൊക്കെ വരുന്ന. പക്ഷെ അയാളെല്ലാം തോന്നുന്നു. ദേട്ടൻ വിളിക്കുന്നു. ഹലോ, എന്നാ വിളിക്കത് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞോടായിരുന്നു. വെച്ചിട്ട് പോ. കാണാൻ വരുന്നെന്ന് പറയുന്ന കോന്തം പ്ലാൻ മാറ്റിയെന്ന് അവൻ വീട്ടിലേക്ക് വന്നോളാം. അതെങ്ങനെ മുടക്കും? ഇതായിരുന്നെങ്കിൽ ഞാൻ മുടക്കണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ വീട് പോകുന്നു. എവിടെയും എന്തോ ഇത് അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അയ്യ, അങ്ങനെ ചെന്ന് കേറിക്കൊടു. ഇടി പഠിപ്പ്
പഠിക്കുന്ന സാറാടിയത്. നീയേ ചുമ്മാ ഗുരുത്വദോഷം വാങ്ങി വെക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം പറയാം. നീ അവിടെ കാണാൻ വരുന്ന ചെക്കനെ പോയി കണ്ട് അതെങ്ങനെ മുടക്കും എന്നാലോചിക്ക്. ഇയാളെ അങ്ങ് വിട്ടേത്. ഞാൻ കുറച്ചു കാലം ഇനി ഒന്ന് മുങ്ങി നടക്കട്ടെ. അങ്ങനെ പറഞ്ഞു പോയ പോക്ക് അത്ര നല്ലതല്ല. കാണാട്ടോന്ന് എന്തോന്ന് കാണാൻ ഒന്നും അറിയാത്ത ഡാമിനെ വിളിച്ചുപോയി. അത് മറന്നേക്കണേ അയാള്. അയാൾക്ക് അവിടെ ജോലി കിട്ടരുതേ. അയ്യോ. നിയമം പഠിക്കുമ്പോൾ നിയമങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ നിയമങ്ങൾ എന്തിനൊക്കെ, അത് മാത്രമാണ് പഠിക്കുന്നത്. പക്ഷെ ആ നിയമപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് ആരും തുറന്നു നോക്കാറ് വരില്ല. അതിൽ എഴുതിയിരിക്കുന്നതാണ് ഒരു നിയമം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് ആരും ചിന്തിക്കാറില്ല. നമ്മളിവിടെ തുടങ്ങുമ്പോൾ ആ 4 വരിയിൽ നിന്ന് മാത്രമായിരിക്കണം എന്തും തുടങ്ങേണ്ടത്. ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോളൂ. താൻ എവിടെയാ? കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. Get out. എന്താ മോളെ, ഒരു മാസമായിട്ട് അങ്ങേരുടെ പുറകെ നടക്കുന്നു. പ്രത്യേകിച്ച് പുരോഗമനം വല്ലതും ഉണ്ട്? മുട്ടാൻ വന്നിട്ട് കൊതുനിയാട്ടി പുറത്തിരിക്കുകയാണോ? വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ എന്തോ ആലോചിച്ചിരുന്നേ അവിടെ? എനിക്ക് ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയുവേ. നീ ഒന്നും മിണ്ടാതെ പോയോ? അയാളോട് മുട്ടാനുമില്ല. ഞാനിതിവിടെ നിർത്തുവാ. എടോ, തന്നെ കാണാനിരിക്കരുത്. ദിദി തന്നെ വിളിച്ച് ഒന്നെ. അല്ല, താൻ വലിയ ഡാൻസറാണെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ലേ? തന്റെ പേരൊന്നും കണ്ടില്ലല്ലോ. അല്ല, ലൂയിസ് സാർ മാറി ഇത്തവണ ഞാനായതുകൊണ്ട് അതുകൊണ്ടാണോ ഇനി നിൽക്കാതെ? എനിക്ക് താല്പര്യമില്ലാണ്ടാണ് അങ്ങനെ പറയല്ലേ. താനത് നുഴഞ്ഞതുകൊണ്ട് തന്റെ വാലയെ തൂങ്ങി നടക്കുന്ന കുറെ പിള്ളേരും കൂടി ചേർന്ന് ആരും ഇനി ഒന്നിനും പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് ഒരു സംസാരം കേട്ടു. താൻ ചുമ്മാ വാശി പിടിച്ച് ഈ പ്രോഗ്രാം കൊളക്കരുത്. ഞാൻ ആരോടും ഒന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കാം. പക്ഷെ ഞാനായിട്ട് എന്തായാലും ഒന്നിനെത്താണില്ല. ഇങ്ങനെ വാശി പിടിക്കരുത്. ഓക്കേ? അല്ല, ഇനിയിപ്പോ പ്രോഗ്രാം നൈറ്റ് ആയതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. എന്റെ ഫാമിലി അങ്ങനെയല്ല. എന്നെ ഏത് ടൈമിന് എങ്ങനെ വേണമെങ്കിലും കിട്ടും. അവർക്ക് എന്നെ നല്ല വിശ്വാസം. ഞാൻ എവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും രാത്രി ഞാൻ എന്റെ വീട്ടിൽ തന്നെ എത്തുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ആ ഫസ്റ്റ് ഡേയിലെ കാര്യം ആലോചിച്ചിട്ടാണ് പെണ്ണ് കാണാൻ ആള് മാറി വന്നു അങ്ങനെ വല്ലതും. അന്നൊരു പട്ട് എന്ന് പറഞ്ഞ് നിർത്തിയായിരുന്നു. അതിനുശേഷമുള്ള നമ്മൾ സംസാരിച്ചിട്ടില്ല. അതെന്താ? ഓഹോ, അപ്പൊ അത് ഓർമ്മയുണ്ട്. എന്നിട്ടാണ് പിറ്റേന്ന് എന്നെ കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ എടുത്ത് തൂക്കിയെടുത്ത് വെളിയിലേക്ക് വരണം. ഞാൻ വിചാരിച്ചു ഒക്കെ അങ്ങ് മറന്നുപോയിട്ടുണ്ടാവുമെന്ന്. അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഹായ് കുട്ടി, കുട്ടിയല്ലായിരുന്നു ഇന്നലെ ആള് മാറിപ്പോയി പെണ്ണ് കാണാൻ വന്ന ആളാണെന്ന് വിചാരിച്ച് എന്നെ കോഫി ഷോപ്പിൽ കൊണ്ടുപോയായിരുന്നു സംസാരിച്ചത്. അങ്ങനെ പറയണമായിരുന്നു. ഓ, അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കണ്ട സ്ഥിതിക്ക് തൂക്കിയെടുത്ത് വെളിയിലിടണ്ടായിരുന്നു. എടോ, ഞാനവിടെ പഠിപ്പിക്കാനാ വരുന്നത്. പക്ഷെ താൻ അവിടെ ഉറങ്ങാനിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും തൂക്കിയെടുത്ത് വെളിയിലിട്ട് പോകും. തന്റെ ചിന്തയൊക്കെ എവിടെയായിരുന്നു? താൻ എവിടെയായിരുന്നു? ഒരു ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണോ? അത് പിന്നെ ഞാൻ എന്തോ ആലോചിച്ചു പോയി. സംഭവം ശരിയാണ്. ആ കാര്യത്തിൽ ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമുക്ക് വിടാം, വിട്ടേക്കാം. സാറിനിപ്പോ എന്താ വേണ്ടേ? പിള്ളേര് ഡാൻസ് നടത്തണം, അത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റു പോരെ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? സാറ് കുറച്ചു മുമ്പ് പറഞ്ഞ ബട്ടിന്റെ ബാക്കി സാറിന് കേൾക്കണ്ടേ? ഞാനത് പറയാം. എന്നിട്ട് സാറൊരു തീരുമാനം പറ. എന്നിട്ട് അവർക്ക് ഡാൻസ് കളിക്കണോ വേണ്ടയോ തീരുമാനിക്കാം. ഓഹോ, അതാണോ? എടോ, അത് ഞാൻ ചുമ്മാ തന്നെ കളിയാക്കാൻ വേണ്ടി. താനത് ഇട്ടേക്ക്, ഞാനും അത് ഇട്ടാ. തനിക്ക് ആള് മാറിപ്പോയതല്ലേ, അതൊക്കെ നടക്കുന്നതല്ല.
വിട്ടേര്. അപ്പൊ ഡാൻസിന്റെ കാര്യം പറഞ്ഞാൽ മറക്കണ്ട. അപ്പൊ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയച്ചു വരാം. ഓഹോ, അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. സാറിന് തമാശയായിരിക്കും, പക്ഷെ എനിക്കത് സീരിയസാ. അത്രയും കാലം വരെ കെട്ടണ്ട മുളക്കണം എന്ന് വിചാരിച്ച് ഞാന് ഒരൊറ്റ സെക്കൻഡിൽ അതങ്ങ് മാറ്റി. സാറിനെ കണ്ട് എനിക്ക് ക്രഷ് അടിച്ചു. അതുകൊണ്ട് സാറ് അറിഞ്ഞും കണ്ടും ഒരു തീരുമാനം പറയണം. ഇനിയിപ്പോ അത് പറഞ്ഞില്ല കേട്ടില്ല വേണ്ട. എടോ തനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാവോ? ഒന്ന് പോയി ആളെ പറഞ്ഞ് ചിരിപ്പിക്കാനായിട്ട് ഓരോ ഇറങ്ങിക്കോളൂ. ആദ്യം മോള് പോയി ഇത് പഠിക്കും. ഇത് പഠിക്കേണ്ട പ്രായ കേട്ടാ. ആദ്യം ഒന്ന് വളരട്ടെ. പ്രായത്തിലൊക്കെ എന്തായിരിക്കുന്നത്? എനിക്ക് അത്യാവശ്യം നല്ല വയസ്സുണ്ട്. കെട്ടാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ വീട്ടിൽ എനിക്ക് പെണ്ണാലോചിക്കുന്നത്. സാർ ഞാൻ എന്തായാലും ചോദിച്ചതിന് ആൻസർ പറ, എന്നിട്ടുള്ളൂ ബാക്കി എന്ത്. അതെ, കെട്ടാനുള്ള പ്രായമായിട്ടുണ്ട്. കുട്ടി കെട്ടിക്കോളൂ. എന്റെ ഒരു സങ്കല്പം അനുസരിച്ചിട്ട് എനിക്ക് എന്നെക്കാളും ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ മോക്ക് പറ്റിയ 1, 2 അല്ലെങ്കിൽ 3, 4 വയസ്സിന് മൂത്ത ഏതെങ്കിലും നല്ല ചെറുപ്പക്കാരെ കിട്ടും. പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ പഠിപ്പ് മുടക്കരുത് കേട്ടോ. ഇന്നത്തെ കാലത്ത് പഠിപ്പുണ്ടെങ്കിൽ എന്തുള്ളൂ. അപ്പോ ഡാൻസിന്റെ കാര്യം മറക്കണ്ട. ഞാൻ പോവാണ്. ഞാനങ്ങനെ വിടാനൊന്നും പോണില്ല. തന്നെ വളച്ചെടുത്തിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ഇനിയിപ്പോ ഡാൻസ് കളിക്കാത്തതിനെ കൊണ്ട് അടുത്ത പ്രശ്നം വേണ്ട. ഡാൻസ് എങ്കിൽ ഡാൻസ്, പിള്ളേരെ എവിടെ എന്ത്. ഇനിയിപ്പോ അവിടെ പോയിട്ട് സെറ്റാക്കണം. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അന്ന് രാത്രി ഡാൻസ് കഴിഞ്ഞ് അന്ന് മുതലാണ് അവളെ കാണാതായത്. ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അവളും സാറും ഇഷ്ടത്തിലായി. അവരെ ഒളിച്ചോടാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. വേറെ എന്തോ നടന്നിട്ടുണ്ട്. നിരൂപേട്ട, സാറിൻ്റെ പുറകെ പോയി ടൈം കഴിയാതെ നമുക്ക് അവളെ പറ്റി അന്വേഷിക്കണം. പ്ലീസ്, ഞാനും വരെ കൂടെ. നമുക്കൊന്ന് പോയി നോക്കാം, എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാം. നമുക്ക് സാറിൻ്റെ വീട്ടിലൊന്ന് പോയി നോക്കാം. ഇപ്പോഴും എന്തോ മനസ്സ് പറയുക അയാളുടെ കൂടെയാണ് അവളുള്ളത്. നിരൂപേട്ട, ജീവൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് താക്കോല് തന്നത് സാറാണെന്ന് ആരും അറിയരുത്. എന്താ നിരൂപേട്ട വല്ലാണ്ടായ? ഇതാണ് ദർശക് സാർ. ഇനി വന്നേ, നമുക്ക് പോവാം. ഇവൻ എന്തിനു വേണ്ടിയിട്ടത് കളിച്ചതെന്നുള്ളത് എനിക്കും കൂടി ഒന്ന് അറിയണം. ആദ്യം ഞാനിത് നേട്ടനോട് പറയട്ടെ. മിണ്ടാതെ ഞാൻ പറയുന്നിടത്തേക്ക് എന്റെ കൂടെ വന്നോളും. സാറിന്റെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നതിനെ വിട്ട് എനിക്ക് പോണം. നിന്നെ ഞാൻ പറഞ്ഞയക്കും.
പക്ഷെ അതിപ്പോഴല്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അതറിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്? എന്ത് കാര്യം അറിയണമെന്നാ? എന്നെ വിട്ടേ. ഓട്ടം നിൽക്കടി. എടുത്തോലോ. സാർ സാർ നിങ്ങൾക്ക് എന്നെ വിട, എന്നെ വിട. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നെ എന്നെ വിട. നിങ്ങൾ ആരാ? നമ്മൾ എന്തിനാ ഇവരെ പിടിച്ചോണ്ട് വന്ന്? സാർ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നമ്മൾ എന്തിനാ അവരെ പൂട്ടിയിട്ടേക്കുന്നെ? എനിക്കത് വീട്ടിൽ പോണം. ഇവിടെ എന്തായി നടക്കുന്നു? എന്നെ കാണാതെ എന്റെ ഏട്ടന്മാര് ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും. ഇപ്പൊ എത്ര ദിവസമായി കൂടെ എനിക്കറിയില്ല. എനിക്ക് അവരെ കാണണം. അവരിപ്പോ പേടിച്ചിരിക്കായിരിക്കും. കുറച്ചു നേരം നിന്നെ കാണാതായപ്പോഴേക്ക് നിന്റെ ഏട്ടന്മാര് ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവില്ല. 4 വർഷമായിട്ട് ഞാൻ എൻ്റെ അനിയത്തിയെ തേടി നടക്കുക. അതിന് കാരണം ആരാന്നറിയാവോ നിനക്ക്? നിന്റെ ഏട്ടൻ. അവൻ അവളെ എന്താ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. നിന്നിലൂടെ അതെങ്ങനെങ്കിലും അറിയണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് നിന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. നിന്റെ അനിയത്തി എവിടെയാന്ന് എനിക്കറിയണം. നിന്റെ ഏട്ടനായിട്ട് അവളെ ഇഷ്ടത്തിലായത്. ഇത് നടക്കില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ അവളോട് ആവുന്നത് പറഞ്ഞത്. പക്ഷെ അവനവർക്ക് അത്രയ്ക്കും വിശ്വാസമായിരുന്നു. ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവനുമായിട്ട് എന്നെ കാണാൻ വരുന്നെന്ന് പറഞ്ഞു. 2 ദിവസം കോളൊന്നും കാണാതായപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു നോക്കി. അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് പിള്ളേര് അവള് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പോയെന്ന് പറഞ്ഞു. ഞാൻ എല്ലായിടത്തും നോക്കി. അവിടെ പോയി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഒരു വിവരമില്ലായിരുന്നു. അവസാനം ഞാൻ പ്രതികരിക്കുന്നതായപ്പോ അവരെന്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാക്കി വെച്ചു. നിന്റെ ഏട്ടനെ കാണാൻ ഞാൻ ഒരുപാട് തവണ നോക്കിയത്. പക്ഷെ എന്നെ ഒരു പട്ടിയെ ആട്ടി വിടും പോലെ വിടുവായത്. എനിക്കൊന്നും അറിയണ്ട. അവളിപ്പോ എവിടെയാന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്റെ പെങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. ദേവ സാറിന് ഞാൻ പറഞ്ഞു മോളല്ലേ ദർശിക? ഞാൻ നിരൂപിൻ്റെ ഏട്ടനാ. ആ വലിയേട്ടൻ എൻ്റെ അടുത്ത് നിരൂപേടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട്. ആണോ? എന്നാൽ എന്നോട് നിന്നെപ്പറ്റി അവനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പം അതിനിട്ടിട്ടുള്ളൊരു പണി അവന് കൊടുക്കണ്ടേ? നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാലോ? ഏടത്തിയെയും എല്ലാവരും ഒന്ന് കാണാം. എന്താ, വരുന്നു എൻ്റെ കൂടെ?
അയ്യോ വേണ്ട ഏട്ടാ, നിരൂപേട്ടന് അത് ഇഷ്ടാവില്ല. എന്നോട് ടൈം ആവുമ്പോൾ പറഞ്ഞോളാന്നാ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. ഏട്ടനൊന്നും വിചാരിക്കരുതേ. മോൾ ഇത്ര സീരിയസ് ആവുമൊന്നും വേണ്ട. അവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരുടെ ഇഷ്ടം. മോളിപ്പോൾ വീട്ടിലേക്ക് കയറി വന്നാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാലും ഒക്കെ ഞങ്ങൾക്ക് ഒരുപോലെ. ഞാൻ എൻ്റെ ഭാര്യയോടും മോളെയും കൂട്ടിയിട്ടാണ് വരുന്നതെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവക്കും സങ്കടമാവും. നമുക്കൊന്ന് പോയിട്ട് വേഗം വരാം. അവനൊരു സർപ്രൈസും ആവും. എങ്ങനെ? എൻ്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് നിരൂപിൻ്റെ അച്ഛനെ. അവരുടെ കൂടെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനൊരു കുഞ്ഞു വാവയായിട്ട് എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ഒരു 10-20 വയസ്സ് വരെ ഞാൻ ആ വീട്ടിൽ നിന്നു. എല്ലാ സന്തോഷത്തോടും കൂടെ. എൻ്റെ അച്ഛൻ എന്നോട് മാത്രം എന്താ ഇത്ര ഇഷ്ടക്കുറവെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുമായിരുന്നു. അത് മൂത്ത കുട്ടികളുടെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത് പോലെ ആയിരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ ഒരു ദിവസം അയാളുടെ വായ കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു ഞാൻ വേറൊരാളുടെ മോനാണെന്ന്. അന്ന് ഞാനൊന്നും പ്രതികരിക്കാൻ പോയില്ല. പക്ഷെ അന്ന് മുതൽ തേടി നടന്നതാണ് ഞാൻ എൻ്റെ അച്ഛനെ. അവസാനം എനിക്ക് ആ സൽപ്പേരും ഒറ്റയടിക്കില്ലാണ്ടാവും. മോളുടെ അവൻ്റെ സ്നേഹം ഇല്ലാതാക്കാൻ
നമ്മുടെ പെങ്ങളെ ഞാൻ നല്ല സുരക്ഷിതമായിട്ട് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ നീ ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ ദേവാ? എടാ, ഞാനും അവളുടെ ഏട്ടനല്ലേ, എനിക്കില്ലാത്തത് എന്താടാ നിനക്ക്? ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് എത്തിക്കും. ഈ സ്നേഹിക്കുന്നവരെയൊക്കെ പിരിച്ചിട്ടുള്ള ഒരു ഏർപ്പാട് നമുക്ക് വേണ്ട. നിങ്ങളവിടെ പോയി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ നിന്റെ പെങ്ങൾക്ക് വേണ്ടി അവനെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. കുറച്ച് ടൈം വരണം എനിക്ക്. നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ. എൻ്റെ ശത്രുക്കളെ മുഴുവനായിട്ട് ഇല്ലാതാക്കിയെന്ന സമാധാനത്തിൽ ഞാനും ഇവിടെ ജീവിച്ചോളാം. നീ ഒരു മനുഷ്യനാണോടാ? എന്നെ അഴിച്ചുവിട്. അത്രയും ധൈര്യമുള്ളവനാണെങ്കിൽ എന്നെ അഴിച്ചുവിടടാ. നീ എന്നിട്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന് ഡ്രൈവൊക്കെ അടിക്കും. നിനക്കതിന് ധൈര്യമില്ലേ? അത്ര ധൈര്യം കെട്ടഴിച്ചുവിടണം. ധൈര്യം ഇന്ന് തന്നെ അവളെയും അവനെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കും. ഞാനിന്നൊരു 8 മണിയാകുമ്പോൾ ഇറങ്ങും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. ഇന്നത്തോടെ ഞാനിത് തീർക്കും. നിങ്ങളെയാണോ ഞാൻ അച്ഛനേക്കാളും മുകളിൽ കൊണ്ടു നടന്നത്? നിങ്ങൾ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ എൻ്റെ ശത്രുക്കൾ മൊത്തം ഞാൻ ഇല്ലാണ്ടാക്കുവാണ്. അങ്ങനെ ഇതറിഞ്ഞവരെ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ മോനല്ല എന്ന് ആദ്യം അറിഞ്ഞത് ഞാനാ. എന്നെ ആയിരുന്നു ആദ്യം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ തന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്? എന്തിനായിരുന്നു എന്തിനായിരുന്നു? മോളെ, നിന്നെ ഉപദ്രവിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ എൻ്റെ നേരെ കൈവെക്കാനായോ? നീ ചോദിച്ചില്ലേ കുറച്ചു മുമ്പ് ഞാനും അവളുടെ ഏട്ടനാ? എനിക്കില്ലാത്തതെന്താ നിനക്ക്? അതൊക്കെ എത്ര ആങ്ങളമാരുണ്ടെങ്കിലും എനിക്ക് പെങ്ങളായിട്ട് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്ന് പറയാൻ അവളാണ്. സാർ, ഞാൻ നിരൂപാണ്. എൻ്റെ പെങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. അവിടെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. സാർ, ഇനി ഇതൊരു കേസായിട്ട് പോകണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. താൻ ഈ കൊലപാതകത്തിൻ്റെ പുറത്ത് ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അയാൾ അർഹിക്കുന്നതാണ് നീ കൊടുത്തത്. അതിനൊരുപാട് നേരം വൈകിപ്പോയെന്ന് മാത്രം. പിന്നെ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് തൻ്റെ നല്ലൊരു ജീവിതം. എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണിത്. അവൾ ഒരുപാട് അഭിമാനത്തോടു കൂടി പറഞ്ഞു അവളുടെ ദൈവമായിട്ട്. ആ താൻ നശിച്ചു പോകരുത്. ജീവിക്കണം. അവൾക്ക് വേണ്ടിയെങ്കിലും തോറ്റു പോകരുത്. അവൾക്ക് വേണ്ടി മാത്രം. ഇതിൻ്റെ പേരിൽ തനിക്കിനി ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഇത് ഞാൻ നോക്കിക്കോളാം.
താ പൊക്കോ. ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. ട്ടാ, എൻ്റെ കല്യാണത്തിന് മുമ്പേ ഏട്ടൻ്റെ കല്യാണം കഴിയണം. എനിക്ക് ആ കല്യാണം നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക് സാർ ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് സാർ പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കും. എനിക്ക് അവളെ പറ്റി എന്തെങ്കിലും ഒരു വിവരം സാർ പ്ലീസ് സാർ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ പ്ലീസ് സാർ, എനിക്ക് അവളെ വേണം സാർ പ്ലീസ്. സാറിനൊരു സന്തോഷ വാർത്തയുണ്ട്. സാറിൻ്റെ അപേക്ഷ മാനിച്ച് ഞങ്ങൾ സാറിൻ്റെ 5 ക്ലാസ് എന്നുള്ളത് 3 ക്ലാസ് ആക്കി മാറ്റി തന്നിട്ടുണ്ട്. അതിന് 2 ക്ലാസ് എടുക്കാം. വേറൊരു മാഡം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. സാറിന് സന്തോഷമായല്ലോ? ഓ, സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് പറഞ്ഞിട്ട് ഇന്നെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ തോന്നിയല്ലോ. അല്ല, ആരാള്? എക്സ്ക്യൂസ് മീ സാർ. ആ, ആള് വന്നല്ലോ. ഇതാണ് സാർ നിധി മാഡം. നീതിയല്ല എന്റെ തലവിധി. ഹലോ സാർ, ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വലുതായി, അത്യാവശ്യം നല്ല പക്വതയായിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ അഭിപ്രായത്തിനൊരു മാറ്റമുണ്ട്. വയസ്സിന്റെ വ്യത്യാസത്തിന് ഇപ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഓ അതെ, സാറിപ്പോ വല്ലാണ്ട് കിളവനായിരിക്കുന്നു. വയസ്സായി. ഓ, വയസ്സായി. കിളവനായില്ലേ? അതെ, കിളവനായി. കിളവന്റെ വഴിക്ക് വിട്ടേക്ക്. ഓ, ഞാൻ തന്നെ കൊണ്ടേ ബോധമുള്ളൂ. അതെനിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായില്ലേ? അതെ, മനസ്സിലായില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൂടറിയും കൈയടി. പിള്ളേര് കാണും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എങ്ങനെ അന്നത്തെ പോലെ സംസാരിക്കാനാണോ? അയ്യോ വേണ്ട. അല്ല, വേറെ എന്തേ ഇപ്പൊ തന്നെ സംസാരിക്കണം? നിനക്കിവിടെ എങ്ങനെയാ ഇത്ര എളുപ്പം ജോലി കിട്ടിയെന്ന് നിനക്കറിയോ? അറിയില്ലല്ലോ. അതെങ്ങനെയാന്നത് ഞാൻ പറഞ്ഞുതരാം. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടൊന്നും അറിയാത്ത പോലെ നിൽക്കുവാണല്ലേ?